എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ജോയേൽ 2:28. അതായത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഉള്ള ഒരു വ്യത്യാസമായിട്ടോ അത് പറയണത്. ശരിക്കും ഈ ഒരു ആത്മാവിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ശരിക്ക് May 7th, അതായത് നാളെ കേട്ടോ. ഇന്ന് ഞാൻ 6th വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ May 7th എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു സ്റ്റാറ്റിക് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒന്നും ചെയ്യാൻ തോന്നാത്തൊരു ദിവസം. ആക്ച്വലി ഈ May 7th ഒരു 5 വർഷം മുന്നേ, ഇപ്പോൾ 6 വർഷമായിട്ടോ, എൻ്റെ മോൻ്റെ ഓർമ്മദിനാണ് ആക്ച്വലി ഈ May 7th. അതുകൊണ്ട് തന്നെ ആ ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. അതിപ്പോൾ വർഷങ്ങളായിട്ട് അങ്ങനെ കേട്ടോ, നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോലും തോന്നില്ല. പക്ഷെ എന്നാൽ ഞാൻ അങ്ങനെ കരഞ്ഞ് വിഷമിച്ച് അങ്ങനെയൊന്നുമല്ല, പക്ഷെ ഒന്നും ചെയ്യാൻ തോന്നില്ല. എന്തായാലും നമുക്ക് അറിയാലോ, നമ്മുടെ മക്കളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. എനിക്ക് ആ ഒരു ഉണ്ണി മരിച്ച സമയത്തുണ്ട്, ഉണ്ണീന്നാ ഞങ്ങൾ വിളിച്ചിരുന്നത് കേട്ടോ അവനെ. ഉണ്ണി മരിച്ച സമയത്തുണ്ടായിരുന്ന ഒരു ഈ പരിശുദ്ധാത്മാവിന്റെ ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി അത്. അപ്പൊ ശരി, അപ്പൊ ഞങ്ങളുടെ രണ്ടാമത്തെ മോൻ, 2 ആൺകുട്ടികളാണ്. അപ്പൊ അതിൽ രണ്ടാമത്തെ മോൻ അവൻ 10th എക്സാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഫ്രീ ആയിരിക്കുന്ന ഈസ്റ്റർ ഡേ ആണ് കേട്ടോ. ആ ഒരു ദിവസം ഈസ്റ്റർ ഡേയുടെ അന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആക്സിഡന്റ് പറഞ്ഞാൽ മോന് വെള്ളത്തിൽ വീണിട്ടാണ് മരിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല അവൻ വെള്ളത്തിൽ വീണത്. ഞങ്ങള് സംസാരിച്ച് വരുമ്പോഴേക്കും അവർ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോൾ ആ ടൈമില് എല്ലാവരും അവനെ തെരയുക, ഹസ്ബൻഡും അന്വേഷിക്കുക, വെള്ളത്തിൽ എല്ലാവരും നീന്തി നോക്കണു, പിന്നെ കുറെ പോലീസുകാർ വന്ന് തപ്പണു ഒക്കെ. അങ്ങനെ ആകെ കൂടെ ഒരു സ്റ്റേജ്. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാട്ടോ. അപ്പൊ ഞാൻ ആക്ച്വലി ആ സമയത്ത് അവനെ കാണണില്ല, എവിടെയാണ് അവൻ വീണെന്നുള്ളത് അവർക്ക് കിട്ടണില്ല. കാരണം അവിടെ എന്തോ കുഴിയോ ചുഴിയോ എന്തൊക്കെയോ, എനിക്കറിയില്ല അതിനെ കുറിച്ചൊന്നും. അപ്പൊ അത് ആലോചിക്കാൻ തന്നെ ഇഷ്ടമില്ല. ഓക്കെ, എനിവേ. അപ്പൊ ആ സ്റ്റേജില് ഞാൻ ആക്ച്വലി ആ ടൈമില് മുകളിൽ നോക്കിയ ആകാശമാണ്. അപ്പൊ ആകാശത്തേക്ക് നോക്കിയിട്ട് എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് ഞാൻ ഉറക്ക അലറി കരഞ്ഞു കേട്ടോ. ആ ഒരു മൊമെന്റിൽ ആ അനുഭവമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നത്. കാരണം ഞാൻ ഈ സങ്കടം ഇതൊന്നും അല്ല പറയാൻ ഉദ്ദേശിച്ചത്, ഈ ഒരു പോയിന്റ്. അതായത് ആ ടൈമില് ഞാൻ ആ ഈശോയെ എന്ന് വിളിച്ച് അലറി മുകളിലേക്ക് നോക്കി കരഞ്ഞ മൊമെന്റിൽ എൻ്റെ മനസ്സിൽ തോന്നുക ഇവൻ ഇനി ഇല്ല. ആ ഒരു മൊമെന്റ് തോന്നുക മാത്രമല്ല, എൻ്റെ മനസ്സിലൊരു കല്ല്, എന്താ പറയാ, ഒരു കല്ലിടുന്ന ഒരു ഫീലിംഗ് വരികയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സങ്കടോ എന്താ പറയാ ദുഃഖോ, അതായത് ഒന്നും ഏഷണില്ല. മീൻസ് ആ ഒരു എന്താ പറയുക, ഒരു കോൾഡ് നേച്ചർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കോൾഡ് ഹാർട്ടഡ് എന്നൊക്കെ പറയുന്ന മാതിരി ഒരു കോൾഡ് ആയിട്ട് മാറണം നമ്മൾ. ശരിക്കും നമ്മുടെ മനസ്സിന് ഒന്നും ഏശാതെ സ്ട്രോങ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതൊരു വേറെ ഫീലിംഗ് ആണ്, ഒരു അനുഭവമാണ് അത് ആക്ച്വലി. അപ്പൊ എനിക്ക് തോന്നും പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് അത്. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്ക് ഒരു പ്രലോഭനങ്ങളോ എല്ലാം അതിജീവിക്കാൻ സാധിക്കും അല്ലെ. ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഇതൊന്നും അവരെ ഏശില്ല. ആ ഒരു സ്റ്റേജ് തന്നെയാട്ടോ എനിക്ക് വന്നത്. ഒരു 30-40 ഡേയ്സോളം ഞാനങ്ങനെ സ്ട്രോങ് ആയിരുന്നു. സ്ട്രോങ് എന്ന് പറയല്ല, എൻ്റെ മുന്നിൽ ഇപ്പോൾ മോൻ മരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വരുന്നു, റിലേറ്റീവ്സ് വരുന്നു, അവരെന്നെ ആശ്വസിപ്പിക്കാൻ നോക്കണം. ആക്ച്വലി ഞാൻ അവരെ ആശ്വസിപ്പിക്കുക ചെയ്യുന്നത്. മീൻസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വിപിനെയും അതുപോലെ സ്വാതിയൊക്കെ വന്നിട്ട് അവരെന്റെ മുന്നിലിരുന്ന്, എൻ്റെ ഫ്രണ്ട്സ് ആണ്, അവരെന്റെ മുന്നിലിരുന്ന് കരയാം. അവര് കരയുമ്പോൾ ഞാൻ അവരെ ആശ്വസിപ്പിക്കാം. നിങ്ങൾ കരയണ്ട, എൻ്റെ ഉണ്ണി ഈശോയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാനും ഒരു ദിവസം മരിക്കുമ്പോൾ അവിടെ എത്തും, അതുകൊണ്ട് എന്തിനാ കരയണേ. ഞാൻ അവരെ ആശ്വസിപ്പിക്കാം. എന്നാൽ നേരെ മറിച്ച് എൻ്റെ ഹസ്ബൻഡിന്റെ ഒക്കെ എന്നും കണ്ണീരാട്ടോ. എനിക്ക് കണ്ണീര് പോലും വരില്ലായിരുന്നു, എനിക്ക് ശരിക്കും കരച്ചിൽ വരില്ല. നമ്മൾ അങ്ങനെ, അതാണ് പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് എനിക്ക് അന്നറിയില്ല. അന്ന് എന്താണ് സംഭവിച്ചത് എനിക്ക് തന്നെ അറിയില്ല. ഒരു 30-40 ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ മാറി. പിന്നെ എനിക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, എന്താണ് സംഭവിച്ചത് അതിനെക്കുറിച്ച് ഇങ്ങനെ കുറെ യൂട്യൂബിലും എന്താ പറയാ അച്ഛന്മാരുടെ വീഡിയോസ്, എസ്പെഷ്യലി ഡാനിയൽ അച്ഛന്റെ വീഡിയോസ്, അത് ഞാൻ എടുത്തു പറയും. കാരണം ഡാനിയൽ അച്ഛന്റെ വീഡിയോസിലൂടെയാണ് കേട്ടോ ശരിക്കും എനിക്ക് ആ ഒരു റിക്കവറി പതുക്കെ എന്താ പറയാ, ഈ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് ആ ഒരു ഇത് കിട്ടുക. അപ്പൊ ശരിക്കും അങ്ങനെയൊക്കെയുള്ള സ്റ്റേജസിൽ ഡാനിയൽ അച്ഛന്റെ സ്പീച്ചസ്, ഒരുപാട് സ്പീച്ചസ് ഉണ്ട്. ഡാനിയൽ അച്ഛൻ ഇങ്ങനെ മരിച്ച എന്താ പറയാ അമ്മമാരുടെ കഥകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മരിച്ച കുട്ടികളുള്ള അമ്മമാരുടെ ഒരു കൂട്ടായ്മ തന്നെ അച്ഛൻ്റെ ഇതിലുണ്ട്. എനിവേ, അപ്പൊ ആ ടോക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അതല്ല. അപ്പൊ ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പരിശുദ്ധാത്മാവ് നിറയുക സിമ്പിൾ കാര്യമല്ല കേട്ടോ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു കല്ലായി മാറുക എന്നാ ഞാൻ പറയാം.
ഐ മീൻസ് നമ്മളെ ഒന്നും ഏശില്ല. ഇനി ഒരു പ്രലോഭനം, നമുക്ക് ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാവില്ലേ, അതൊന്നും അതിജീവിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. പക്ഷെ ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അത് ഇനി എന്തായാലും കണ്ടുപിടിച്ച ഒരു വീഡിയോയിൽ ഞാൻ മനസ്സിലായി കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അന്ന് എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായത് പരിശുദ്ധാത്മാവ് നിറഞ്ഞതാന്ന് എനിക്കറിയാം. അതുപോലെ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് നമുക്കൊരു പ്രലോഭനം വന്ന് അതിനെ അതിജീവിക്കാൻ സാധിക്കുക. കാരണം അപ്പൊ നമ്മൾ കോൾഡ് ആവും. ഐ മീൻസ് നമ്മൾ അതൊന്നും ഏശില്ല. ഒരു ദുഃഖം വന്നാൽ അല്ലെങ്കിൽ അതായത് സന്തോഷമോ ദുഃഖമോ ഇതൊന്നും അമിതമായി ഒന്നും നമ്മൾ ഏശില്ല. നമ്മൾ ആ ഒരു പ്രത്യേക സ്റ്റേജാണ്, അത് അനുഭവിക്കുക തന്നെ വേണം. അപ്പൊ ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരുണ്ട് അല്ലെ, ഒരുപാട് അച്ഛന്മാരായാലും സാധാരണ വ്യക്തികളൊക്കെ, അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫീലാണ്. അതെനിക്ക് മനസ്സിലായിട്ടോ. അതെനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ അന്ന് എനിക്ക് അനുഭവിച്ചത് ഞാൻ അതായിരുന്നു എന്ന് എനിക്ക് ഇന്നാണ് റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങളോട് ഷെയർ, ഞാൻ ദുഃഖവും സങ്കടവും ഒന്നും ഷെയർ ചെയ്യാനില്ല, ഈ ഒരു പോയിന്റാണ്. അതായത് ഇതുപോലെ ഇപ്പോ വേദനിക്കണ ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂലേ, അപ്പൊ ഒരാളെങ്കിലും ഒരാൾക്ക് ആ ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് അല്ലെങ്കിൽ ഈശോയെ വിളിച്ചാൽ മതി. ആ ഈശോ നമുക്ക് അപ്പൊ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിലെ നമ്മളെ നിറയ്ക്കുക എന്നുള്ളതാണ് വേണ്ടത്. അത് ചെയ്തു തരും കേട്ടോ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ ഒന്നും ഏശില്ല. നമ്മൾ സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് എന്നല്ല പറയാം, ഒരു കല്ലായി മാറും നമ്മൾ ശരിക്കും. വളരെ കൂളായിരുന്നു വെച്ചിട്ട് നമ്മൾ ആരോട് സ്നേഹമില്ലാതിരിക്കുക, സന്തോഷമില്ല, അതൊന്നുമല്ല. നമുക്ക് ഇതെല്ലാം നമ്മൾ എങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ആ വേദന നമ്മൾ അത്ര അങ്ങോട്ട് കോറിലേക്ക് ചെല്ലില്ല. പിന്നെ പതിയെ പതിയെ പിന്നെ ഞാൻ എന്താ പറയാ, കുറേശ്ശെ നമുക്ക് മനസ്സിലായി തുടങ്ങി യാഥാർത്ഥ്യം ഇതൊക്കെ അതായത് ജീവിതം എത്രയുള്ള, എല്ലാവരും മരിക്കും ഒരു ദിവസം, അങ്ങനെയൊക്കെ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആവും. അപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ വിചാരിച്ചു, ഇപ്പോൾ നമുക്കൊരു പ്രലോഭനം ഉണ്ടാവുകയാണ് ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു വലിയ ദുഃഖം ഉണ്ടാവുകയാണ്, എങ്ങനെ നമ്മൾ അതിനെ അതിജീവിക്കാൻ പറ്റും? ആക്ച്വലി നമുക്കൊരു പ്രലോഭനം ഉണ്ടാവും, അതിൽ നമുക്ക് നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിജീവിക്കാൻ സാധിക്കില്ല കേട്ടോ. കാരണം അത് അനുഭവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും നമുക്ക് പ്രലോഭനമായിട്ട് വരിക. അപ്പോൾ എനിവേ, അപ്പം അത് നമുക്ക് അങ്ങോട്ട് നമ്മുടെ കഴിവ് കൊണ്ട് മാറ്റാൻ കഴിയില്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം എനിക്ക് മനസ്സിലായ ഒരു വസ്തുതയാണ്, നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാലുള്ളൂ നമുക്ക് ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കുക. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രലോഭനം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മളപ്പോൾ ഈശോനോട് ശരിക്കും പ്രാർത്ഥിക്കണം, ഈശോയെ അങ്ങ് പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ എന്താ അനുഭവം ഉണ്ടാവുമെന്ന് ഞാനൊരു 30-40 ഡേയ്സ് ഞാനത് അനുഭവിച്ചതാണ്. കാരണം നമ്മളൊരു കോൾഡായിട്ട് മാറും, നമുക്ക് ഒന്നും ഏശില്ല, ഒന്നും നമ്മളെ ഏശില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മളെ കളിയാക്കുന്നവരുണ്ടാവാം, നമ്മളെ പുച്ഛിക്കുന്ന എല്ലാം ഉണ്ടാവാം അല്ലേ, എല്ലാം അതൊന്നും നമ്മൾ ഏശില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഈശോയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും, ഈശോ 40 ദിവസം ഉപവസിച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അല്ലേ. അപ്പൊ ശരിക്കും ഈശോ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവനായിട്ടാണ് അവിടെ ചെല്ലണത്. അതുകൊണ്ട് ഈശോയ്ക്ക് ആ പരീക്ഷണങ്ങളെല്ലാം പുഷ്പം പോലെ അല്ലെ ഈസി ആയിട്ട് അതിജീവിക്കാൻ. അപ്പൊ ഇത് തന്നെയാണ് ശരിക്കും നമ്മളും ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് പ്രലോഭനങ്ങൾ വരുമ്പോൾ നമ്മൾ ശരിക്കും പരിശുദ്ധാത്മാവെ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ ഈശോയെ അങ്ങനെ പരിശുദ്ധാത്മാവിനെ എന്നെ നിറയ്ക്കണേന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ എനിക്കറിയില്ല. അതിന് ഇനി എന്തെങ്കിലും വേറെ ടിപ്സ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അത് നോക്കട്ടെ. ഇനി എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഞാനത് എൻ്റെ വീഡിയോസിൽ ഷെയർ ചെയ്യാം കേട്ടോ. അത് ഞാൻ എൻ്റെ ആ ഒരു അനുഭവം അത് തന്നെയായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവണത്. കാരണം മറ്റുള്ളവർ വിഷമിക്കുമ്പോഴും എനിക്ക് സ്ട്രോങ് ആയിരിക്കാൻ പറ്റും. അത് എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ അവരെ കാലിലൊരു മുള്ളു കുത്തിയ കരയണ ആളാണ് ഞാൻ. എനിക്ക് അത്രയും സങ്കടം, അത്രയും ഇഷ്ടമാണ് കുട്ടികൾ. അപ്പോൾ അവരിങ്ങനെ ചേർത്ത് വെച്ച് ഒരുവിധം പറഞ്ഞാൽ ഭയങ്കര സെൽഫിഷ്നെസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് ഞങ്ങൾ ചേർത്ത് നിർത്തി ഇച്ചിരി സെൽഫിഷ്നെസ് കൂടിയിട്ടാണ് ഇപ്പം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ ഉണ്ണി എന്നെ വിട്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. പക്ഷെ അത് വളരെ കോൾഡ് ഹാർട്ടഡ് ആയിട്ട് തന്നെ ഞാനത് ഓവർകം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇനി നാളെയാണ് അവൻ്റെ ഓർമ്മ ദിനം. അപ്പം അതിക്ക് മുന്നേ എനിക്ക് തോന്നി, ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പം ഇങ്ങനെ സെൻഡി അടിച്ച് എല്ലാവരും ഇങ്ങനെ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഒരു സെൻഡി അല്ല, ഞാനിതിൽ ഷെയർ ചെയ്ത് ഒന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നിറയാന്നുള്ളതാണ്. അത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ദുഃഖമോ ദുരിതമോ എന്ത് പ്രലോഭനം നമുക്ക് ഈസി ആയിട്ട് അതിജീവിക്കാം. അപ്പം അത് ഒരാൾക്കെങ്കിലും ചിലപ്പോൾ വേദന അനുഭവിക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ദുഃഖത്തിലുള്ള ഒരാൾക്കെങ്കിലും അതൊരു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് അത് യൂസ്ഫുൾ ആവും, അതെനിക്കറിയാം. അപ്പം അതാണ് ആ കഥ. ഇനിയും ഉണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ജേർണി കുറേ ഉണ്ട്. പക്ഷെ എനിക്കത് ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ എപ്പോഴെങ്കിലൊക്കെ എനിക്ക് തോന്നുമ്പോൾ ഞാനത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ഈ പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ പരിശുദ്ധാത്മാവ് വേണം ഈശോയുടെ ജീവിതത്തിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ടു ഈശോയുടെ ലാസ്റ്റ് മൊമെന്റ്സിൽ ഈശോ ഗെത്സമനിൽ ചോര വിയർത്ത സമയത്ത് ഈശോ പറയേണ്ട ഈ പാനപാത്രം എന്നെ നകറ്റണേ. അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വർഗത്തിൻ്റെ സഹായമൊന്നും ഈശോയ്ക്കില്ല. അപ്പം വെറും മനുഷ്യരുടെ പാപമാണ് ഈശോയിൽ നിന്നിട്ട്. വെറും പച്ച മനുഷ്യനായിട്ടാണല്ലോ ഈശോ നിൽക്കുന്നത്. അപ്പോഴാണ് ഈശോ ആ ഒരു
അപ്പോഴാണ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ വെറും മനുഷ്യരായി നിൽക്കുമ്പോൾ ആ പ്രലോഭനങ്ങളും ഈശോയെ ഇത് എന്നിൽ നിന്ന് അകറ്റണേ എന്നൊക്കെ തന്നെയാണ്. അത് ഈശോ പ്രാർത്ഥിച്ചില്ലേ, പിതാവേ ഇത് എന്നിൽ നിന്ന് അകറ്റണേ, അല്ലെങ്കിൽ പിതാവേ എന്നെ കൈവെടിയല്ലേ എന്ന് കുരിശിൽ കിടന്നപ്പോൾ ഈശോ പറഞ്ഞില്ലേ. ഇതെല്ലാം ആ സമയത്തെല്ലാം മനുഷ്യരുടെ പാപകം ചുമന്നുകൊണ്ടുള്ളൊരു വെറും പച്ച മനുഷ്യനായിട്ട് ഈശോ നിൽക്കണേ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ട് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ഈശോയ്ക്ക് പുഷ്പം പോലെ അത് തോൽപ്പിക്കാൻ കഴിയും അല്ലേ ആ പ്രലോഭനത്തെ. പക്ഷേ ഈ മനുഷ്യൻ്റെ പാപം എന്ന് പറഞ്ഞൊരു പച്ച മനുഷ്യനായി നിന്ന് ഈശോയെ ആയിരിക്കാം ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവുക. എനിവേ, അപ്പോൾ ഇങ്ങനെയൊരു നല്ല തോട്ട്, ഇതൊരു നല്ലൊരു എന്താ പറയുക എൻ്റെ അനുഭവം കേട്ടോ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ.